അപ്പോൾ ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ സൗദിയിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഹോം ടൂറൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹോം ടൂറിലോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഈ 2 ഡോറും നമ്മുടെ വീടിൻ്റെ തന്നെ കേട്ടോ. പക്ഷെ നമ്മളിതങ്ങനെ യൂസ് ആക്കാറില്ല. ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഡോർ വഴിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ നമ്മുടെ ഡോർ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഹോളാണ്. ഈ ഹോള് കുറച്ചും കൂടെ സെറ്റ് ചെയ്യാനതൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അഫ്രയുടെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ സൈഡെന്ന്, ആ സൈഡിലേക്കുള്ള നമുക്ക് ഈ ഭാഗത്തുനിന്ന് കയറാൻ പറ്റിയൊരു ഡോറാട്ടോ ഇത്. കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനൊരു കൊറിഡോർ പോലെ ഉണ്ട്. ആ സെക്കൻഡ് ഡോറാണ് കാണുന്നത് കേട്ടോ. നമ്മളിതങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മജ്ലിസ് ഉണ്ട്. ഇവിടെ എല്ലാ സൗദികളുടെ വീട്ടിലും ഇങ്ങനെ തന്നെ. നമ്മൾ മുന്നേ താമസിച്ച വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇവിടെ മുന്നേ താമസിച്ചിരുന്നവർ ഉപയോഗിച്ചൊരു മിറർ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് കാർപ്പറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മജ്ലിസ്. പിന്നെ എന്തെങ്കിലും നോമ്പ് മുറി അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടായിരിക്കും നോമ്പ് മുറിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ബെഡ്റൂമാട്ടോ. ഇത് നമ്മുടെ ഒരു ബെഡ്റൂമാണ്. ഞാൻ ഇപ്പം അപ്പുറത്തൊരു ഡോറ് കാണിച്ചില്ലേ, പക്ഷേ ഇത് നമുക്ക് ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്യാം. അപ്പുറത്തുനിന്ന് ഞാൻ ഡോറ് കാണിച്ചില്ലേ, ആ ഡോറ് ഇത് നമുക്ക് ഈ റൂം വഴിയും നമുക്ക് ഇപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതൊരു ബെഡ്റൂമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. നമ്മൾ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് കാർപ്പറ്റ് ഇട്ട് കർട്ടൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കട്ടിലും സെറ്റൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഞാൻ ജസ്റ്റ് ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വേരൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂമാണ്, പക്ഷെ നമ്മൾ TV റൂമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ മെയിനായിട്ട് അഫ്രയുടെ ടോയ്സും കാര്യങ്ങളും, പിന്നെ നമ്മളിവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെടിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ചെടി ഇവിടെ തന്നെ ഇരിക്കത്തൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അഫ്ര ഇത് വാരി അവിടെ ഇടും, അവിടുന്ന് ഇവിടെ ഇടും. ഇതാണ് ഇവളുടെ മെയിൻ പരിപാടി. പിന്നെ കുറച്ച് ടോയ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുക്കി വെക്കും, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ തന്നെ ഇത് വാരി ഇടും. പിന്നെ ഇവിടെ നമ്മുടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സോഫ. പിന്നെ അവൾ ടോയ്സ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, എല്ലാ ഡോളിനും പാവയോ ലയണോ എല്ലാം ഉണ്ട്. അതിനെല്ലാം ഫുഡ് കൊടുത്തിരുത്തിയേക്കുവാണ്. ഇത് കണ്ടോ, ബാക്കി ഫുഡാന്നും പറഞ്ഞ് താഴെ ഇവിടെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മളിത് എത്ര അടുക്കി വെച്ചാലും അവൾ വീണ്ടും ഈ പരുവാക്കും. അതുകൊണ്ട് നമ്മൾ എത്ര അടുക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. പിള്ളേരുള്ള വീടാകുമ്പോൾ അവർ ടോയ്സ് വാരിയിടും, വീണ്ടും അടുക്കി വെക്കും, ആരിയിടും, അടുക്കി വെക്കും. ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് ടോയ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വാരി ഇട്ടേക്കുന്ന കാണുമ്പോൾ ഒരു വൃത്തിയില്ല, അതാ ഇതാന്നൊക്കെ. പക്ഷെ പിള്ളേരുള്ള വീട്ടിൽ അവർ ടോയ്സ് വാരിയിടും. നമ്മൾ എത്ര അടുക്കി വെച്ചാലും അവർ വീണ്ടും വീണ്ടും വാരിയിടും. പിന്നെ ഒരു ടൈം ആകുമ്പോൾ അവർ തന്നെ അതൊക്കെ അടുക്കി വെക്കുകയും ചെയ്യും. അത് നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടായിരിക്കും കുഞ്ഞുങ്ങളും അത് അടുക്കി വെക്കുന്നത്. ഇപ്പോൾ അവൾ ചില ദിവസങ്ങളിൽ ടോയ്സൊക്കെ അടുക്കി വെക്കുന്ന കാണാം കേട്ടോ. അപ്പം ഞാനും അങ്ങനെ വാരിയിടുന്നതിനുള്ള വഴക്കൊന്നും പറയാറൊന്നുമില്ല. അവൾ കളിക്കുമ്പോൾ വാരിയിടും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അടുക്കി വെക്കും, വീണ്ടും അത് വാരിയിടും. അതൊക്കെ തന്നെ. എന്ന് പറഞ്ഞാൽ നമുക്ക് വൃത്തിയില്ലെന്നും നിങ്ങൾ വിചാരിക്കില്ലേ കേട്ടോ. ചിലർക്ക് അങ്ങനൊരു വിചാരമുണ്ട്, ടോയ്സൊക്കെ വാരിയിടുന്നത് വൃത്തിയില്ലാത്ത വീടാ, അവർക്ക് വൃത്തിയില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ട്. അതൊക്കെ വെറുതെയാണ്. ആ പറയുന്ന ആൾക്കാർക്ക് എന്ത് വൃത്തിയുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ള വീടാകുമ്പോൾ അവരിങ്ങനെ വാരിയൊക്കെ ഇടും. അത് നമ്മൾ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ശരി, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോന്നു. അപ്പോൾ ഞാൻ അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ഒരു സ്റ്റോർ റൂം, അങ്ങനെ ഒരു സെറ്റപ്പാണ്. നമ്മൾ പഴയ സാധനങ്ങളൊക്കെ വെക്കുന്നതും. പിന്നെ നമ്മളിവിടെയാണ് തുണിയും കാര്യങ്ങളൊക്കെ വിരിക്കുന്നത്. കുറച്ച് തുണി ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് വെച്ചില്ല. പിന്നെ ഇവിടെ ഒരു പ്രിൻ്റർ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ ട്രിപ്പിന് പോയിട്ട് വന്നിട്ടുള്ള ജാക്കറ്റ് ഇവിടെ തന്നെ കിടക്കുകയാണ്. ഞാൻ എടുത്തൊന്നും വെച്ചില്ല. അവിടുന്ന് നേരെ നമ്മൾ അടുത്ത പോകുന്നത്, ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. അപ്പുറത്തെ വാഷിംഗ് ഏരിയ കേട്ടോ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബാത്റൂം കാണിക്കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ബാത്റൂം ഇതിൽ തന്നെയാണ് നമ്മൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കിച്ചണാണ്. നോർമലി ഞാൻ അങ്ങനെ ഭയങ്കര ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ നോർമൽ എപ്പോഴും വൃത്തിയാക്കി ഇടുന്ന പോലെ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് കളയാനുള്ള കുപ്പികളാട്ടോ, നമ്മൾ വെള്ളം വാങ്ങിക്കുന്ന കുപ്പികൾ. ഇത് ഇതുവരെ കൊണ്ട് കളഞ്ഞില്ല. പിന്നെ ഇവിടെ ഒരു ഇതിൻ്റെ പേരെന്താ, എയർ ഫ്രയർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉഴുന്ന് അങ്ങനെയുള്ള സാധനങ്ങളും സവാള അങ്ങനെയുള്ളതൊക്കെ വെക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഇവിടെ കുറച്ച് ഗ്ലാസ് സാധനങ്ങളൊക്കെ, ഇത് നോമ്പിന് മാത്രം പുറത്തിറങ്ങുന്ന കുറച്ച് ഗ്ലാസ്സാണ്. പിന്നെ ഇവിടെയൊക്കെ കുറേ ഒഴിഞ്ഞു കിടപ്പുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ നമുക്കൊരു സിങ്ക്, 2 സിങ്ക്, പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റൗ. പിന്നെ ഇവിടെ കുറച്ച് പഞ്ചസാര, തേയില അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ കടുക്, ഉലുവ, ജീരകം അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. പിന്നെ ഇതിനകത്ത് മൊത്തം നമുക്ക് പാത്രങ്ങളായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ പിന്നെ ഷൂലും വേസ്റ്റ് ബിന്നും ഒക്കെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ ഫ്രിഡ്ജ്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ കിച്ചൺ അത്യാവശ്യം വലിയ കിച്ചണാണ്. ഇതിന് മുന്നേ താമസിക്കുന്നത് ഇതിൻ്റെ പകുതി ഉള്ളായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് ജോലി ഒതുങ്ങും. അപ്പം ഇപ്പോൾ ഉള്ള കിച്ചണിന് അത്യാവശ്യം വലുതായതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അത് മാത്രമല്ല ഓടി നമുക്ക് ജോലി ചെയ്യാൻ വരും. ഇവിടുന്ന് ഒരു സാധനം എടുക്കണമെങ്കിൽ ഇവിടെ വരണം, ഇവിടുന്ന് ഒരു സാധനം എടുക്കണമെങ്കിൽ ഇവിടെ വീണ്ടും ഇവിടെ വരണം. പക്ഷെ മറ്റേ കിച്ചണാകുമ്പോൾ കുറച്ചൊക്കെ ഒതുങ്ങിയതായിട്ട് നമുക്ക് പെട്ടെന്ന് ജോലി നടക്കുമായിരുന്നു. അപ്പം കുഴപ്പമില്ല, ഇപ്പം അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ നമ്മൾ ഒരു മിററും ഒരു ഓർഗനൈസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ കുറച്ച് പ്രോഡക്റ്റും കാര്യങ്ങളുമൊക്കെ. ഇത് അത്യാവശ്യം അടിപൊളി സ്പ്രേ ആട്ടോ. നിങ്ങൾ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. സൗദിയിൽ അൽമാജത്ത് നിന്ന് വാങ്ങിച്ചതാണ്. സൂപ്പർ സ്പ്രേ ആണ്. കുറേ ടൈം നമുക്ക് ലാസ്റ്റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഇതും അത്യാവശ്യം നല്ലതാണ്. ഇതിൻ്റെ പേരെന്താണ്? ക്യൂർ. ഇത് തന്നെ നിയോർ എന്ന് പറയുന്ന വേറൊരെണ്ണമുണ്ട്. അതും അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമുക്കിവിടെ നമ്മുടെ ജസ്റ്റ് മോയ്സ്ചറൈസർ, കുഞ്ഞിൻ്റെ സൺസ്ക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു സൈഡ് ടേബിളുണ്ട്. അത്യാവശ്യം വലിയൊരു ബെഡാണ് കേട്ടോ. കാരണം അഫ്രി ഞങ്ങളെ ഇടിച്ച് 2 സൈഡിലോട്ട് തുറപ്പിക്കുക. അതുകൊണ്ട് അത്യാവശ്യം വലിയൊരു ബെഡാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സൈഡ് ടേബിളുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ അലമാര. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള അലമാരയാണ്. ഇവിടെ മിക്കവാറും വരുന്ന അലമാര ഇവിടെയും ഓപ്പണായിട്ടുള്ള ഭാഗമായിരിക്കും. കാരണം ഈ നമ്മൾ ഹാങ് ചെയ്തിടാൻ പറ്റിയ രീതിയിലായിരിക്കും. ഇതിനകത്തൊന്നും ഹാങ് ചെയ്തൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അലമാര. ഇവിടെ ഞാൻ ഇക്കാടെ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെ എൻ്റെ മോളുടെയും ഡ്രസ്സും കാര്യങ്ങളും പിന്നെ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അലമാരിയൊന്നും അത്ര ഓർഗനൈസ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോം ടൂർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം ടൂർ. അങ്ങനെ അത്ര വലിയ വീടോ കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷെ ഇവിടെ താമസിക്കുമ്പോൾ ഇത് അത്യാവശ്യം വലുതാണ്. കാരണം ഇതുപോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. കാരണം നമ്മളത്ര സിറ്റിയിലൊന്നുമല്ല താമസിക്കുന്നത്, കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് സിറ്റിയിൽ ഉള്ള റൂമുകളുടെ അത്രയും റേറ്റ് വരുന്നില്ല. നമ്മൾ താമസിക്കുന്നത് 1000 സംതിങ് റിയാലാണ് റൂം വാടക. ഇത്രയും 3 ബെഡ്റൂമും ബാത്റൂമും ഒരു കിച്ചണും എല്ലായിട്ട് കിട്ടണമെങ്കിൽ സിറ്റിയിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും. ഇത് മുളിച്ച് ഉള്ളിലോട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് അത്രയും റേറ്റ് ഇല്ല. ഈ റേറ്റിന് അത്യാവശ്യം എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം ടൂർ. അപ്പോൾ നമ്മുടെ ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.